മുന്നണി മാറ്റ ചർച്ചകൾക്കിടെ LDF-ൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. വന്യജീവി പ്രശ്നത്തിനൊപ്പം തെരുവുനായ പ്രശ്നവും ചർച്ച ചെയ്യാൻ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നാണ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമ്മർദ്ദത്തിന് CPM വഴങ്ങുമോ എന്നത് നിർണായകമാണ്. കൂടെ നിർത്താൻ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാൻ CPM തയ്യാറാകുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. 4 DCC-കളിൽ അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല. അവസാനവട്ട ചർച്ചകൾക്കായി KPCC പ്രസിഡന്റും നേതാക്കളും ബുധനാഴ്ച ഡൽഹിയിലെത്തും. കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ യോഗം ചേർന്നതിൽ വൈസ് ചാൻസലറോട് ഗവർണർ റിപ്പോർട്ട് തേടി. ഇന്നലെ നടന്ന സംഭവങ്ങൾ VC ഗവർണറെ അറിയിച്ചു. റിപ്പോർട്ടിൽ ഗവർണറുടെ നടപടി നിർണായകമാകും. VCയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ അവധിയിൽ പോയി. കേരള സർവകലാശാലയിലെ തർക്കം ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഓഫീസിലെത്തി. രജിസ്ട്രാർ എത്തിയത് സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അദ്ദേഹം പിൻവലിക്കും. VCക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് SFI. സർവകലാശാല ആസ്ഥാനം കനത്ത സുരക്ഷയിലാണ്. കോട്ടയം എരുമേലിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. ക്ഷേത്രം നിർമ്മിക്കുന്നത് വാവൂർ പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ നിർമ്മിച്ച ഭാഗങ്ങൾ ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിനായി ദേവപ്രശ്നം നടത്തിയതിന്റെ പ്രചാരണ ബോർഡുകളും സ്ഥലത്തുണ്ട്. ദേവപ്രശ്നത്തിൽ പങ്കെടുത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമുണ്ട്. കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഗുരുവായൂർ സന്ദർശനം തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഹെലികോപ്റ്റർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഇറക്കാൻ കഴിഞ്ഞില്ല. ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിൽ മടങ്ങിയെത്തി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥയിൽ ഇടപെടണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും ഉറപ്പാക്കാൻ കോടതി ഇടപെടൽ വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽപ്പെട്ടതിന് സമാനമായ കെട്ടിടം നെയ്യാറ്റിൻകരയിലും. താലൂക്ക് ആശുപത്രിയിൽ നേരത്തെ വാർഡായി ഉപയോഗിച്ചിരുന്ന ഇരുനില കെട്ടിടം കാലപ്പഴക്കം ചെന്ന നിലയിലാണ്. കെട്ടിടം ഏത് സമയവും നിലം പൊത്താവുന്ന നിലയിലും. പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിലും അപകട സാധ്യത. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നത് ഏത് സമയവും നിലം പൊത്താവുന്ന കെട്ടിടത്തിലാണ്. പ്രധാന കെട്ടിടങ്ങൾക്ക് മുകളിൽ ആൽമരം. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ഇന്നും തുടരും. ഇന്നലെ അർദ്ധരാത്രി പാലക്കാട് കാഴ്ചപ്പറമ്പിൽ വീണ ജോർജിനെ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട് നിപ അവലോകനത്തിൽ മന്ത്രി ഇന്ന് പങ്കെടുക്കും. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. യുവതി വെന്റിലേറ്ററിലാണ്. മങ്കടയിൽ മരിച്ച 19 വയസ്സുകാരുടെ സമ്പർക്ക പട്ടികയിലെ 3 പേരുടെ ഫലം നെഗറ്റീവാണ്. സംസ്ഥാനത്താകെ 241 പേരാണ് നിരീക്ഷണത്തിൽ.